ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചില മനുഷ്യരെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഒരുപാട് സ്ട്രഗിൾസ് ഒന്നിന് പുറകെ ഒന്നായിട്ടൊക്കെ വരുന്ന സമയത്തും അവരിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചില്ലായിട്ടൊക്കെ ഇടിച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ കുഞ്ഞു ശുശ്രൂഷ ജീവിതത്തിൽ ഇപ്പം ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ കൺവെൻഷനൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവം ഇതെങ്ങനെ പിടിച്ച് നിൽക്കുന്നു, ഇതെങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, കർത്താവുള്ളതുകൊണ്ട് നിങ്ങൾ ശക്തിപ്പെട്ട് നിൽക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ പറയേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ സ്ട്രഗിൾസിലൊക്കെ ഓരോ മനുഷ്യരും പിടിച്ചു നിൽക്കുന്നത് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലാണ്. നമ്മളിപ്പോൾ ലൈഫിൻ്റെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് സ്ട്രഗിൾസ് ആയിരിക്കും, വെറൈറ്റി സ്ട്രഗിൾസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഒന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത് ഇടി പടക്കം പൊട്ടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ വിചാരിക്കും, ദൈവമേ ഇനിയും തന്നിട്ടുണ്ട്, ഞാൻ എന്നാ ചെയ്യും? പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇത് എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിന്നത്? ഇപ്പൊ ഈ ആയുസ്, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രായം ഡിഫറൻസ് ആണ്, ഓരോ സ്ട്രഗിൾസിന്റെയും വെറൈറ്റിയും ഗ്രാവിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ എപ്പോഴും ഓർത്ത് നോക്കിയേ, നമ്മൾ പിടിച്ചു നിന്നത് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടായിരുന്നു, കർത്താവ് കൂടെ ഉണ്ടല്ലോ, നമുക്കൊരു ദിവസം കൂടെ നോക്കാം. എഴുന്നേക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ നമുക്ക് തോന്നുന്ന ഇതാണ്, കർത്താവ് കൂടെ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് ആ വിശ്വാസം ഉള്ളിലെങ്കിലും ഒരിക്കൽ പതിഞ്ഞ വിശ്വാസം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കും, ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കും. ഇപ്പോൾ ഇന്ന് ഈ ടോക്ക് കേൾക്കുന്ന ഈ ഒരു ദിവസം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ, ഇന്ന് സ്ട്രഗിൾസ് ഉണ്ടായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാമെന്ന് തോന്നിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നത് നമ്മളിലുള്ള ആത്മവിശ്വാസം അല്ല, അത് ഈശോയിലുള്ള അഗാധമായ നമ്മുടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മളിലുള്ള ആത്മവിശ്വാസം, നമ്മളിലുള്ള കോൺഫിഡൻസ്, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ശക്തിയോ ഒക്കെ നോക്കി പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിട്ടില്ലേ? കാരണം അതെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവരിൽ ആശ്രയിച്ച് ചിലപ്പോൾ അത് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. നമ്മളിൽ തന്നെ ആശ്രയിച്ചിട്ട് അവസാനം ദൈവമേ ഞാൻ എന്തൊരു വട്ടപ്പൂജയാണെന്ന് തോന്നിപ്പോയ സമയങ്ങളുണ്ടാകാം. നമുക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കണം. ആരെ? ഈശോയെ. ഹീസ് വിത്ത് യു, എൻ്റെ കൂടെ ഉണ്ട്. മുമ്പിലുള്ള ഉത്തരവാദിത്വം വലുതാണ്, മുമ്പിൽ ഇത് ചെയ്തു തീർക്കേണ്ട വലിയ കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒറ്റ ബോധ്യം അറിയണം, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഇതിനെ അതിജീവിക്കും. ആ ഒരൊറ്റ പവറാണ്. അതായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇതെങ്ങനെ പിടിച്ചു നിന്നു, എൻ്റെ പൊന്നേട്ടാ ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാതെ പറയുന്ന ഉത്തരം ഇതേ ഉള്ളൂ, ദിസ് ഈസ് ദ സീക്രട്ട്. എന്താണ് ആ പവർ? എൻ്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ, നമുക്കൊരു ദിവസം കൂടെ നോക്കാം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളും ഇതിപ്പോൾ കേട്ടോണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിരിക്കും. പിടിച്ചു നിന്നു, കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്. ഈ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഒത്തിരി വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണല്ലോ. ഈ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ മോശയെ കർത്താവ് വിളിക്കുന്ന ഒരു സമയത്ത് വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ അയക്കാൻ പോകണം, നീ അവരെ സ്വതന്ത്രമാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മോശ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുറപ്പാട് 3:11 കർത്താവെ ഇവരെയൊക്കെ നയിക്കാനോ ഇല്ലെങ്കിൽ ഇവരെ മോചിപ്പിക്കാനോ നീ പറഞ്ഞ ഈ വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരാ? ഹു ആം ഐ? ഒരു ചോദ്യമാണല്ലേ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും നമ്മുടെ മുമ്പിൽ തന്നേക്കുന്നത്. ചിലപ്പം ഒരു ടീച്ചർ ഇത്രയും കുട്ടികളെ ഒന്ന് മെരുക്കി ഒതുക്കി പഠിപ്പിച്ച് അവരെ നല്ല വഴി നയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്വം അല്ല. ഒരു നിങ്ങളിരിക്കുന്ന ആ സ്ഥലത്തെ ഒന്ന് ഓർത്ത് വയ്ക്കും. ചിലപ്പോൾ ഒരു കുടുംബത്തെ നയിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മിനിസ്ട്രി പ്ലേസിൽ ഏറ്റെടുത്തിന് ഒരു ഉത്തരവാദിത്തമായിരിക്കും, നിങ്ങൾക്ക് സമൂഹം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. കർത്താവ് ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുമോ? മറ്റേ നമ്മുടെ കൂട്ടുകാരൻ ചോദിച്ച പോലെ ഞാൻ ആരാ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ഞാൻ ആരാ ചേട്ടാന്ന് ചോദിച്ചു പോകും. കർത്താവിന് മുമ്പിൽ ഇങ്ങനെ മോശം ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്, ദൈവമേ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരാണ്? തിരിച്ചുള്ള മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പെറുക്കി നിർത്തി അത് വായിച്ചു നോക്കണം. 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ നിന്റെ കൂടെ കാണും. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും തരുന്നത്, ഞാൻ നിന്റെ കൂടെ കാണുന്നു. ഇപ്പം ഈ ധ്യാനേന്ദ്രൻ കോട്ടയത്താണ്. ഈ കോട്ടയത്തുള്ള ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതിന് ഉത്തരം തരത്തില്ല, ചോദിക്കുന്നതിന് പകരം വേറൊരു ചോദ്യം ചോദിക്കും. എന്നാ ഉണ്ടെന്ന് ചോദിച്ചാൽ തിരിച്ച് എന്നാ ഉണ്ട്. തിരിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്. ഈ ചിലപ്പം ഒരു കോട്ടയം മിക്സ് മോശയും കർത്താവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെന്ന് തോന്നുന്നു. കർത്താവോട് ചോദിക്കുകയാണ് ഞാൻ ആരാണ്, ഉത്തരം പറയണം. മോശേ നിന്റെ അഡ്രസ്സ് ഇതാണ്, നീ ഇങ്ങനെയൊക്കെയാണ്, ഇത് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ കർത്താവ് അതല്ല പറയുന്നത്, ഐ എം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് വെച്ചാൽ ഒരു ഉഗ്രൻ അഡ്രസ്സാണ് കൊടുക്കുന്നത്. നീ ആരാണെന്നുള്ളതല്ല പ്രധാനം, നിന്റെ കൂടെ ആരാണുള്ളതെന്നാണ് പ്രധാനം. നമുക്കിപ്പം നമ്മളിപ്പോൾ ചോദിക്കും, കർത്താവ് ഈ കുടുംബത്തെ നയിക്കാനോ ഈ ഒരു മിനിസ്ട്രി ഏറ്റെടുക്കാനോ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനോ ഇല്ലെങ്കിൽ ഈ പണി ചെയ്തു തീർക്കാനൊക്കെ ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കർത്താവ് തിരിച്ച് മറുപടി പറയുന്നത്, മോനെ നിനക്ക് ഇത്രയും വലിയ പാരമ്പര്യം ഉണ്ടല്ലോ, നിനക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, നിനക്ക് ഇത്രയും വലിയ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഇത്രയും ആരോഗ്യം ഉണ്ടല്ലോ, ഇതൊന്നും അല്ല, നിനക്ക് എന്തുണ്ട് എന്നല്ല കർത്താവ് പറയുന്നത്, നിനക്ക് ഞാനുണ്ട് എന്നാണ്. ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, നാളെ ഒന്ന് ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആരാണ് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം വളരെ എളുപ്പമാണ്,
നിനക്ക് കർത്താവുണ്ട്, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി, നിൻ്റെ അഡ്രസ്സ്. മോശ ചോദിച്ചു, ഞാൻ ആരാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്ന് വെച്ചാൽ മോശെ, ഇന്നു മുതൽ ഞാൻ കൂടെയുള്ളവനാണ് നീ, ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിൻ്റെ അഡ്രസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തിൽ വേണം നമ്മുടെ ഓരോ ലൈഫ് സ്ട്രഗിളും ഓരോ ദിവസവും നമ്മൾ ഒന്ന് പിടിച്ച് മുമ്പോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. നിയമാവർത്തന ദിവസം 31-ാമത്തെ അധ്യായം 6-ാം വാക്യം, കാണാതെ അറിയാവുന്ന വചനങ്ങളൊന്നും അല്ലേ? നീ പേടിക്കരുത്, ഭയപ്പെടരുത്, നിന്നെ ഈ കാര്യം ഏൽപ്പിച്ച ഞാൻ നിൻ്റെ കൂടെ കാണും, നീ അതിനൊന്നും ഓർത്ത് പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ പരിത്യജിക്കില്ല, ഞാൻ നിങ്ങളെ വെറുതെ കൈ അഴിച്ച് വിടത്തില്ല, ഒരു ഉത്തരവാദിത്വം തന്നിട്ട് ഞാൻ മാറി നിൽക്കുകയല്ല, ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഈ പ്രോമിസാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് ആ പ്രോമിസ് നമ്മളെ മുന്നോട്ട് നയിക്കണം. എന്നെ കർത്താവ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കർത്താവ് പരിത്യജിക്കില്ല, എന്നെ കൈവിടില്ല, എൻ്റെ കൂടെ കർത്താവുണ്ട്, ആ കർത്താവ് കൂടെ ഉള്ളവനാണ്, കൂടെ ഉള്ളവളാണ് ഞാൻ. ആ ബോധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വെരി പവർഫുൾ, ശക്തിയോടെ മുമ്പോട്ട് പോകണം. ഒന്നിൻ്റെ മുമ്പിലും തളർന്നു പോകാതെ, ഒരു വേദനയുടെ മുമ്പിലും തോറ്റു കൊടുക്കാതെ, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഐഡൻറ്റിറ്റിയിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.